ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ട് അടിപൊളി 2 സ്നാക്സാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് റമളാനൊക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല 2 തരം ഈവനിങ് സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വരുന്ന റമളാനൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബ്രെഡ് കൊണ്ട് അടിപൊളി സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ബ്രെഡിനകത്ത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇതാ 2 പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ്റെ പീസുകളും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളങ്ങ് എടുത്താൽ മതി. എല്ലില്ലാത്ത ചിക്കൻ്റെ പീസുകൾ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി അഥവാ എല്ലുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, കുക്ക് ചെയ്തിട്ട് ആ ഒരു എല്ലങ്ങ് മാറ്റിയെടുത്താലും മതി. അപ്പോൾ ഞാൻ ചിക്കനും പൊട്ടറ്റോയൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം നല്ലതുപോലെ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചിക്കനും അതുപോലെ തന്നെ പൊട്ടറ്റോയ്ക്കും കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പം കുറച്ചധികം മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ പൊട്ടറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ വെള്ളം നമ്മൾ വാർന്ന് കളയില്ല കേട്ടോ. ഈ വെള്ളം ശേഷം നമ്മളങ്ങ് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ്റെ പീസും അതുപോലെ തന്നെ പൊട്ടറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുക്കായി വരട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതെല്ലാം ഒന്ന് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു 6 ബ്രെഡ് മാത്രമേ എടുത്ത് വെക്കുന്നുള്ളൂ. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കാം. അപ്പോൾ നമ്മൾ 6 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഈ ബ്രെഡിൽ നിന്ന് നമുക്ക് ആദ്യം ഒരു ബ്രെഡ് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതാ ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ഏത് ഗ്ലാസ്സാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. കുറച്ച് വലിപ്പമുള്ള ഗ്ലാസ് ആയിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ചധികം നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ബ്രെഡിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ടൈറ്റാക്കി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഇതുപോലെ കിട്ടും, കണ്ടില്ലേ? അതുപോലെ ഒരു വട്ടവും കിട്ടും. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടിരിക്കുന്ന ഇതുപോലത്തെ ബ്രെഡ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ബ്രെഡ് ഗ്ലാസ്സിൽ നിന്ന് മാറ്റിയെടുക്കാം. അതുപോലെ ബാക്കിയുള്ള എല്ലാ ബ്രെഡുകളും നമുക്ക് ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എത്ര ബ്രെഡാണോ നിങ്ങൾക്ക് വേണ്ടത്, അതായത് എത്ര സ്നാക്സ് ആണോ വേണ്ടത് അതിനനുസരിച്ച് ബ്രെഡ് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം 6 എടുത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ ബാക്കി ഉണ്ടെങ്കിൽ പിന്നീട് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ബ്രെഡും അതുപോലെ തന്നെ ആക്കിയെടുക്കാം. അതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് അതുപോലെ തന്നെ ആക്കിയെടുക്കണം. നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചില്ലേ, ഇതും നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ റൗണ്ട് ചെയ്തെടുത്തിരിക്കുന്ന അതും നമ്മൾ യൂസ് ചെയ്തിട്ട് 2 തരം സ്നാക്സാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ നമുക്ക് ബ്രെഡ് കളയുക അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ച് വയ്ക്കുകയൊന്നും വേണ്ട. നമ്മൾ രണ്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ സ്നാക്സ് തയ്യാറാക്കി കാണിക്കണം. അതുകൊണ്ട് ബ്രെഡ് ഒട്ടും തന്നെ വേസ്റ്റ് ആവത്തില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി സ്നാക്സ് തയ്യാറാക്കി കാണിച്ചു തരാം. വെള്ളം കുറച്ചും കൂടി മാത്രമേ വറ്റാനുള്ളൂ. അതും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അതായത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ചെയ്താൽ മതിയേ. അപ്പോൾ ആ വെള്ളം എല്ലാം വറ്റിയിട്ട് നമുക്ക് ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ജസ്റ്റ് അങ്ങ് ഉടച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് അതായത് ചിക്കനും ഒന്നും ഉടഞ്ഞ് വരണം. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോയും ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്നും ക്രഷ് ചെയ്തെടുക്കാം. ഈ സമയത്ത് എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോയും അതുപോലെ തന്നെ ചിക്കനൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു പാൻ എടുത്ത് വെച്ചിട്ട് ആ പാൻ നല്ലതുപോലെ തന്നെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കടുകിനോടൊപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ജീരകം, അതായത് നമ്മുടെ പെരുംജീരകം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ആ പെരുംജീരകം കഴിഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ കടുകൊക്കെ നല്ലതുപോലെ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ച ഉലുവയാണ്, അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, ഒരു പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇതുപോലെ ചോപ്പ് ചെയ്ത് എടുത്തതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തന്നെ ഇതൊന്നങ്ങ് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള, കുറച്ച് വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ ചോപ്പ് ചെയ്ത് എടുത്തതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മതി. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ നിങ്ങൾ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അധികം സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സവാളയൊക്കെ ബാക്കിയുള്ളതെല്ലാം അളവ് കൂട്ടിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് നല്ലതുപോലെ തന്നെ സവാളയൊക്കെ അങ്ങ് വഴറ്റിയെടുക്കുക. ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ പൊട്ടറ്റോയിലും ചിക്കനിലൊക്കെ ഉപ്പിട്ടുണ്ട്. ഇതിൽ കുറച്ച് മാത്രം, സവാളയിൽ കുറച്ച് മാത്രം ഉപ്പിട്ടാൽ മതി. പിന്നീട് കുറവ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ആകെ എരിവെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ ഒരു ചെറിയ പച്ചമുളകല്ലേ ഇട്ടുള്ളൂ. അതുപോലെ തന്നെ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയുടെയും അതുപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറിയൊരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്നാക്സ് ആയതുകൊണ്ട് വലിയ എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ കുട്ടികളും കഴിയും, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂണിൽ താഴെ പിന്നെ ഗരം മസാല കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് എരിവൊക്കെ കിട്ടും നമുക്ക്. എന്നാൽ ഒരുപാട് കൂടുതലല്ല എരിവ്, ആവശ്യത്തിനുള്ള എരിവ് മാത്രം. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ. കുട്ടികൾക്കും കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. ഇനി ഈ ഒരു മിക്സിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ആ ഒരു പൊട്ടറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി കേട്ടോ. അപ്പോൾ അതാ പൊട്ടറ്റോയും ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ഒരു മിക്സിനകത്തോട്ട് നമ്മുടെ കച്ചപ്പ് ഉണ്ടല്ലോ, ടൊമാറ്റോ കച്ചപ്പ് കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം. ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. അത് വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു സോസും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. കുറച്ച് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു സ്പൂണിന് താഴെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പം കുട്ടികൾക്ക് കച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ മുമ്പന്തിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പുതിനയില കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു മല്ലിയിലയും കാലും കുറച്ചും കൂടി ടേസ്റ്റ് പുതിനയിലേക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പുതിനയിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അങ്ങനെ നമ്മൾ ഇതാ ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് കട്ട് ചെയ്തെടുത്ത ബ്രെഡ് ഇതാ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഫ്ലഫി ആയിട്ടിരിക്കുന്നത്, അതായത് നമ്മുടെ ഇഡലിയൊക്കെ ഇരിക്കുന്നതൊന്ന് മാറ്റിയിട്ട് ഒന്നങ്ങ് പരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പരത്തി എടുക്കുക. നമുക്ക് ഈ അതായത് നമ്മുടെ ചപ്പാത്തി കല്ല് ഇല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും നല്ല രീതിയിൽ തന്നെ പരന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അഥവാ ചപ്പാത്തി കല്ലോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്താണ് നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിങ്ങും കൂടി നിറച്ച് കൊടുക്കാം. ഞാനൊരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തങ്ങ് പിടിച്ചങ്ങ് ഇരിക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നങ്ങ് മടക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നങ്ങ് മടക്കി എടുക്കാൻ പോവുകയാണേ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ബ്രെഡ് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം ഒന്ന് കയ്യിൽ തടവിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സ്നാക്സ് ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതാ ഒരു ഭാഗം തുറന്നു പോയി. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് കയ്യിലൊന്ന് ആക്കിയിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് സ്നാക്സ് റെഡിയായി കഴിഞ്ഞ് ഒട്ടും തന്നെ ഇളവി പോകത്തില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങ് ഇളവി പോയാലോ. വെള്ളം തൊട്ടിട്ടാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ പ്രസ്സായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്നാക്സ് ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു ഫില്ലിങ്ങൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ റമദാനൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് സ്നാക്സൊക്കെ തയ്യാറാക്കാമല്ലോ. വൈകിട്ട് ഈവനിങ്ങിൽ നോമ്പ് മുറിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ദിവസം ഓരോ വെറൈറ്റി സ്നാക്സാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒത്തിരി ഇഷ്ടമാണ്. നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് റമദാൻ ഒരു നല്ല 2 ഐറ്റംസ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ആദ്യം ഒരു 6 ബ്രെഡല്ലേ കാണിച്ചത്. പിന്നീട് ഞാനൊരു 4 ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലും ഫില്ലിങ്ങൊക്കെ നിറച്ചതായി ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ചൂടായ പാനിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. ലോ ഫ്ലെയിം ആവാൻ പാടില്ല, എന്നാൽ ഓവറായിട്ട് മീഡിയം ആവാനും പാടില്ല. ഹൈ ഫ്ലെയിമിലും വെക്കരുതേ. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിയും കേട്ടോ. അതുകൊണ്ട് ഒരു ബാലൻസിങ് ആയിരിക്കണം എല്ലാം. അത് മാത്രമല്ല എണ്ണ പിന്നെ അതായത് ബ്രെഡ് എണ്ണ വലിച്ചെടുക്കാനും പാടില്ല. എങ്കിലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. എണ്ണ ബ്രെഡിനകത്ത് ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് നമ്മൾ മടുക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഞാൻ ഫ്ലെയിം ഹൈയിലും അല്ല വെച്ചിരിക്കുന്നത്, ലോയിലും അല്ല, അതിൻ്റെ ഇടയിലൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിയും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളർ ആവുന്നത് കണ്ടോ. ഇനി പെട്ടെന്ന് തന്നെ മറിച്ചിടേണ്ടതായിട്ടുണ്ട്, കണ്ടില്ലേ ആ ഒരു കളർ കണ്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കരിഞ്ഞു. ഇതിപ്പോൾ കറക്റ്റ് പരുവാണ് കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കോരി മാറ്റേണ്ടതായിട്ടുമുണ്ട്, അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞോ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് കോരി എടുക്കുകയും വേണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ കേട്ടോ ചെയ്യാൻ. ബ്രെഡ് കരിഞ്ഞു പോയാലും കൊള്ളത്തില്ല, അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഒന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ നമുക്കിതെല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് വറുത്തെടുക്കാൻ. കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ കളർ വന്നത് കണ്ടോ. ഇനി ഇത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം തന്നെ ഇതാ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്നാക്സ് എന്താണെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. വേറൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് 2 കോഴിമുട്ട ഇതാ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പക്ഷേ 2 എണ്ണം പോരാ, ഞാൻ ഒരെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ 3 മുട്ടയാണ് കേട്ടോ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ച് 2 എണ്ണം മതിയെന്ന്, പക്ഷേ പോരാ, ഒന്നും കൂടി വേണമായിരുന്നു. അങ്ങനെ 3 എണ്ണം എടുത്ത് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിനകത്തോട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിനകത്ത് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു മുട്ടയിലേക്ക്. എന്നിട്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഈ ഒരു മുട്ട. ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബാറ്ററിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും അതുപോലെ തന്നെ പൊട്ടറ്റോ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, സവാളയൊക്കെ ചേർത്തിട്ട് മിക്സാക്കി വെച്ചിരുന്ന ആ ഒരു മിക്സ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് അത്രയും വേണ്ടല്ലോ, കാരണം നമ്മൾ ആ ഒരു ബ്രെഡിനകത്തോട്ട് കുറേശ്ശെ മാത്രമേ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ബാക്കി വരും. അതുകൊണ്ട് നമ്മൾ ബാക്കി ബ്രെഡിനകത്തൂടെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ ഞാൻ മാറ്റി വെച്ചിരുന്നത്, അത് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ബ്രെഡുകളൊന്നും പാഴിക്കളയേണ്ടതായിട്ട് വരത്തില്ല. നല്ല 2 തരം സ്നാക്സ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നല്ല രീതിയിൽ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. അങ്ങനെ മുട്ടയുടെ ബാറ്ററി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്നാക്സും കൂടി തയ്യാറാക്കി എടുക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ, ഒരു തുള്ളി ഓയിലേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ എത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കുക അത്രയും മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണേ. നമ്മൾ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡിൻ്റെ ആ ബാക്കിയാണ് കേട്ടോ ആ ഒരു ബ്രെഡാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ടാണ്, ഈ ഒരു റൗണ്ടിനകത്തോട്ടാണ് നമ്മൾ നമ്മുടെ ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇത്രയും മതി. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരണം. അടിഭാഗം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് മറിച്ചിടാം. മുട്ടയുടെ ബാറ്റർ ആയതുകൊണ്ട് തന്നെ അടിഭാഗം വിട്ട് വരും കേട്ടോ, നമ്മൾ മുട്ടയല്ലേ. അപ്പോൾ ഇത് ബ്രെഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി വരും. ഈ മുകൾ ഭാഗം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ടെൻഷൻ ആവട്ടെ. നമ്മൾ മറിച്ചിടുന്ന സമയത്ത് അതും കൂടി ഒന്നങ്ങ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പതുക്കെ അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഫ്രൈ ആയിട്ട് വരും. കണ്ടില്ലേ, മുട്ടയായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടെ ഫ്രൈ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം, സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള 2 ഈവനിങ് സ്നാക്സാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തന്നത്. ഒട്ടും തന്നെ നമുക്ക് ബ്രെഡ് വേസ്റ്റ് ആയില്ല. നമ്മൾ 2ഉം കൊണ്ട് അടിപൊളി സ്നാക്സ് തയ്യാറാക്കുകയും ചെയ്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ അതുപോലെ ആക്കി എടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്സാണ്. ഒട്ടും തന്നെ പ്രയാസമൊന്നുമില്ല, നിങ്ങൾ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു റമദാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ട് നമുക്കിതെല്ലാം സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുത്താൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാമേ. അങ്ങനെ ഞാൻ ഭംഗിയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പ്ലേറ്റിൽ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചിക്കനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് മാറ്റി വെച്ചാൽ, നമ്മൾ കറി വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ബ്രെഡിനൊന്നും അധികം പൈസ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാവുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. നമ്മുടെ മക്കൾ ഹാപ്പിയാവും, അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് റമദാനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്സാണ്. നമ്മൾ വെറൈറ്റി റെസിപ്പികളാണല്ലോ നമ്മുടെ റമദാന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഞാനിനി മറ്റേതൊന്ന് കട്ട് ചെയ്തും കൂടി ഒന്ന് കാണിച്ച് തരാവേ. ഈ ഒരു ബ്രെഡിനകം ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇതുപോലെയാണ് ഇരിക്കുക. കണ്ടില്ല, നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.